ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബെയർ. ചുള്ളിക്കൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എത്ര നാൾ എല്ലാവരും സുഖമായിരിക്കും അതറിയില്ല. ഒരു പ്രമുഖ നടൻ എന്നൊക്കെയാണ് ചിലയിടത്തൊക്കെ പറയുന്നത്. പ്രമുഖ നടനെ, ഒരു നടൻ, ജീവിതത്തിലും സിനിമയിലും ഒക്കെ അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നടൻ, അയാളാൽ ദുരിതം അനുഭവിക്കപ്പെട്ട രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച ആളുകൾ ഇപ്പോൾ പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വധഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം, പക്ഷേ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഇത് പറയാതെ തന്നെ പറയുന്ന ഒരു സത്യമാണ്. ഇതിനു മുന്നേ അജു അലക്സ് ചെകുത്താൻ എന്ന വ്ളോഗറിന്റെ വീട്ടിൽ തോക്കുമായി കയറി ചെന്ന സംഭവം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് വാർത്തകളിൽ വന്നിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി കണ്ടാണ് റിപ്പോർട്ടർ ചാനലിൽ ആ ചർച്ച നടക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്, പലരുടെയും ചാനലുകൾ സ്ട്രൈക്ക് ചെയ്ത് പൂട്ടിക്കുകയാണ്. കോപ്പറേറ്റ് സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിക്കണം പലരുടെയും ചാനലുകൾ. ഞാനിത് കണ്ടിട്ടുള്ളത് ഈ വിമർശിക്കുന്നവർക്കെതിരെയാണ് ഇത് ചെയ്ത് കണ്ടിട്ടുള്ളത്. കോപ്പറേറ്റ് ഉള്ള ഒരു സംഭവം അനുമതി ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ ചിലരൊക്കെ സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ചില സംഭവങ്ങൾ കണ്ടിട്ടുള്ളത്, ഒന്ന് BCCയുടെ ICCയുടെ ഒക്കെ വീഡിയോസ്, അതായത് ക്രിക്കറ്റ് ടീമിന്റെ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വീഡിയോസ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ സ്ട്രൈക്ക് വരുന്നതായിട്ട് എനിക്കറിയാം. അതേപോലെ തന്നെ ചില പ്ലാറ്റ്ഫോംസ്, OTT പ്ലാറ്റ്ഫോംസ്, അവരും ഇതേപോലെ സ്ട്രൈക്കൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അത് നമുക്ക് മനസ്സിലാക്കാം, കാരണം അവരെ കണ്ടന്റ് അതേപോലെ തന്നെ ഉപയോഗിക്കുന്നതാണെങ്കിൽ സ്ട്രൈക്ക് എന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷേ വിമർശിക്കുമ്പോൾ അതിനെ നേരിടാനായിട്ടൊരു ഉപാധിയായിട്ട് ഉപയോഗിക്കുന്ന ചില വിണ്ണന്മാരേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് പേരെ. എനിക്കും കിട്ടിയിട്ടുണ്ട് സ്ട്രൈക്ക്. കുറെ നാൾക്ക് മുമ്പ് സ്ട്രൈക്ക് കിട്ടിയത് ഹൈദരാലി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു വീഡിയോയിൽ. വിണ്ണന്മാരാ, ലുട്ടാപ്പി മൈൻഡാണ് എല്ലാത്തിനും. ആശയങ്ങളെ ആശയം കൊണ്ട് എതിർക്കാൻ കഴിയാത്തവർ, വാദങ്ങളെ പ്രതിവാദം കൊണ്ട് എതിർക്കാൻ കഴിയാത്തവര് തങ്ങൾക്കുള്ള സ്വാധീനം അല്ലെങ്കിൽ ഇതുപോലുള്ള ലുട്ടാപ്പി തരം വെച്ചിട്ട് അവരെ വായടക്കാൻ ശ്രമിക്കും. എത്ര നാൾ ശ്രമിക്കും ഇങ്ങനെ വായടക്കാൻ? ഇപ്പൊ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് താൽക്കാലികമായിട്ട് ടേക്ക് ഡൗൺ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, കോപ്പറേറ്റ് സ്ട്രൈക്ക് വന്നുകൊണ്ട് ചാനലുകൾക്ക് തന്നെ കാര്യമായ പ്രശ്നം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇതെല്ലാം അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ സംസാരിക്കേണ്ടി വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മുഖ്യധാര മാധ്യമങ്ങൾ ഈ വിഷയത്തെ ലാഘവത്തോടെ കാണുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ചെകുത്താൻ എന്ന അജു അലക്സ്, അതേപോലെ തന്നെ ലിജീഷ്, ഈ 3 ദിവസമായിട്ട് ക്രിട്ടിക് എന്ന യൂട്യൂബ് ചാനലിലൂടെ എലിസബത്ത് അടക്കമുള്ള ആളുകൾ പറഞ്ഞ വിഷയങ്ങളിൽ അത് ശരിയാണ്, അത് ദൃക്സാക്ഷിയാണ് എന്ന രീതിയിൽ സംസാരിച്ച വ്യക്തി, അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയേ, ഒരാൾ മാനനഷ്ടം എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയപ്പോൾ മാധ്യമപ്പട അവിടെ ഓടിയെത്തി. ഒരാൾ ജീവനഷ്ടം, തന്റെ ജീവൻ നഷ്ടമാകുമെന്ന് പറഞ്ഞ് പോയപ്പോൾ അവിടെ ആകെ കണ്ടത് ഒരു ചാനലിന്റെ കോലാണ്. പക്ഷെ ചാനലിൽ ഞാൻ ആ ന്യൂസ് കണ്ടിട്ടില്ല, കോല് കണ്ടു. അല്ല, അജു അലക്സ് ആ വീഡിയോ പുറത്തു വിട്ടതുകൊണ്ട് കണ്ടു. ചാനലിലെ ആ ന്യൂസ് ഞാൻ കണ്ടായിട്ട് ഓർമ്മ, എനിക്ക് കിട്ടാത്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താ മാധ്യമധർമ്മം? മാനം പോകുന്നതാണ് മാധ്യമങ്ങൾക്ക് വലുത്, ജീവൻ പോകുന്നത് ഒന്നുമല്ല. കാരണം ഒരു സാധാരണക്കാരനാണല്ലോ, കോടികളുടെ ആസ്തിയില്ലാത്ത മനുഷ്യൻ, സ്വാധീനമില്ലാത്ത മനുഷ്യൻ, അയാളുടെ ജീവന് മാധ്യമങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാവില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്. അതേസമയം കാശുള്ളവന്റെ, സ്വാധീനമുള്ളവന്റെ മാനത്തിനൊക്കെ വലിയ വിലയാണ്. ഓടിക്കൂടും, എന്ത് പറഞ്ഞാലും തിരുവായ്ക്ക് എതിർവായില്ലാതെ കേട്ടുകൊണ്ട് നിൽക്കും. പണ്ടൊരിക്കൽ വിനായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറയുന്നത് അത് അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റായ കാര്യമാണ്, അത് ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അതേപോലെ തന്നെ ഈ സമ്മേളനത്തിലും ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അത് ഇല്ലോജിക്കലായിട്ട് തോന്നുന്ന കാര്യങ്ങളായിട്ട് പോലും ഒരാൾ പോലും തിരികെ ചോദിച്ചില്ല, തിരുവായ്ക്ക് എതിർവായില്ല. കഷ്ടം. അജു അലക്സ് പോയപ്പോഴുള്ള ചില കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. അതായത് മീഡിയയുടെ മുന്നിൽ അന്ന് കമ്മീഷൻ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ ഇടുന്നവര് എന്താ ചവിട്ടും, ഇടിക്കും, തൊഴിക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ആ ഇടിക്കും തൊഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് മുമ്പ് ആദ്യത്തെ പ്രാവശ്യം വീട്ടിൽ കയറി തോക്കൊണ്ട് വരുന്നതിന് മുമ്പ് ഇവൻ ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അന്ന് എന്നെ അടിക്കുമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവൻ അടുത്ത് ഇനി എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഭയമുണ്ട്. നമ്മൾക്ക് ഭയമില്ലെങ്കിൽ നമ്മളോട് അടുത്തുക്കുന്ന ആൾക്കാർക്ക് ഭയമുണ്ട്. ഇത്തരത്തിൽ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണോട്ടോ എന്ന് പറയുന്ന ആളുകളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവർക്കും ഭയമാണ്. ഈ വീഡിയോ ചെയ്യുന്ന ആള്, പ്രതികരിക്കുന്ന ആളെയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതല്ലേ ഈ വിഷയങ്ങൾ, നമ്മുടെ കൺമുന്നിൽ കാണുന്നതല്ലേ ഈ വിഷയങ്ങൾ. ഇത് മാധ്യമങ്ങളും വിളിച്ച് കമ്മീഷൻ ഓഫീസിന്റെ മുമ്പിൽ വെച്ച് പറയുകയാണ്, ഞാൻ ഇടിക്കും തൊഴിക്കും. ഒരാളുമില്ല ചോദ്യം ചെയ്യാനായിട്ട്. എന്താ പ്രിവിലേജ്. പോരാത്തതിന് ഇവൻ സ്ഥിരമായിട്ട് ഇത് ഞാനിപ്പോൾ ഇവരൊക്കെ ഈ ലിജേഷ്, എലിസബത്ത് ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞറിഞ്ഞാൽ ഇവൻ പല സമയത്തായിട്ട് എന്നെ കൊല്ലണം, എന്നെ പോലീസ് കേസിൽ കൊടുക്കണം, അതുപോലെ തന്നെ സബ് ജയിലിലോട്ടൊന്ന് ഇട്ട് കിട്ടിയാൽ ഒരു ദിവസം ഇവനെ ഇടിച്ച് ചോര ഛർദ്ദിപ്പിക്കാൻ ആളുണ്ട് എന്നൊക്കെ ഇവരുടെയൊക്കെ അവരുടെ ഇടയിൽ ഇരുന്ന് പറയുന്നുണ്ട്. ഇത് ഒരു വട്ടം പറഞ്ഞു നിർത്തുമല്ല ചെയ്തേക്കുന്നത്, ഇവൻ പല വട്ടം പറയുന്നുണ്ട് ഇല്ലേ? ഇവരെല്ലാം കേട്ടിട്ടുള്ള കാര്യമാണ്. പല സിറ്റുവേഷൻ, ഇവന്റെ ബർത്ത്ഡേ ആണോ അന്ന്,
ഇത് നമ്മൾ റിലേറ്റ് ചെയ്യേണ്ട സംഭവം. ഏതെങ്കിലും ഒരു കേസിൽ കുടുക്കി അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇയാളെ നേരിട്ടിടിച്ച് തീർക്കുക. മറ്റൊരു കാര്യം ഓർമ്മയുള്ളത്, ഒരു സിനിമയുടെ പ്രതിഫലം മേടിക്കുന്നതിന് വേണ്ടി ലൈൻ പ്രൊഡ്യൂസറോ പ്രൊഡ്യൂസറോ ആയ വ്യക്തിയെ ആ വീഡിയോ കാണിച്ചു എന്ന് എലിസബത്ത് പറയുന്നുണ്ട്. ഈ അജു അലക്സ് പറയുന്ന ഒരു കാര്യം, ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ഇടിക്കാൻ ആൾക്കാരുണ്ടാവും എന്ന രീതിയിൽ സംസാരിച്ചതായിട്ട് കേട്ട ചില വ്യക്തികൾ പറഞ്ഞു എന്നാണ്. പണ്ട് ഈ ഡിസ്കഷൻ നടക്കുന്ന സമയത്താണ് അജു അലക്സിൻ്റെ അടുത്ത് കഞ്ചാവുണ്ട്, പ്ലാസ്റ്റിക്കിൽ കഞ്ചാവുണ്ട് എന്ന രീതിയിലൊക്കെ ഒരു ഡിസ്കഷൻ ഒരു ചാനലിൽ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നികേഷ് കുമാറുമായിട്ട് സംസാരിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് അപ്പോൾ അത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കേസിൽ കൊടുക്കുക, അതിനകത്ത് ആളെ എത്തിക്കുക, പിന്നെ അവിടെ വെച്ച് പണി കൊടുക്കാൻ. ഇതേ കാര്യം തന്നെ എലിസബത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ജയിലിനകത്ത് വെച്ച് തീർക്കാനുള്ള സാധ്യതകളും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതുപോലുള്ള സാധ്യതകളെ ഞാൻ ഭയപ്പെടുന്നു എന്ന്. എതിരെ നിൽക്കുന്നവരെല്ലാവരും ഒരേ രീതിയിൽ ഭയപ്പെടുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു വ്യക്തിക്കെതിരെ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ പറഞ്ഞല്ലോ ചില വ്ളോഗർമാരെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരെ ചാനലിനെതിരെ കേസ് വരും എന്ന് മാത്രമല്ല, ഇതുപോലുള്ള രീതിയിലുള്ള പ്രവൃത്തികളും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് നിമിഷവും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ലിജേഷ് എന്ന വ്യക്തി ക്രിട്ടിക് ചാനലിൽ പറഞ്ഞ നാളെ ഒരു ആക്സിഡന്റ് വരുമെന്നോ വണ്ടിയിടിക്കുമെന്നോ ഒന്നും പറയാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോഴും സംസാരിക്കുന്നത് കൂടി വന്നാൽ, ഇപ്പൊ എൻ്റെ ഒക്കെ ഒരു വീഡിയോ കൂടി വന്നിട്ട് 4000-5000 പേര് കാണും, അല്ലെങ്കിൽ 1,00,000-2,00,000 പേര് കാണുന്ന വ്യൂവർഷിപ്പുള്ള ചാനലുണ്ട്. പക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന മാധ്യമങ്ങളൊന്നും ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. കാരണം ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് ന്യൂസ് വാല്യൂ ഇല്ല. ഏതൊരു ബർത്ത്ഡേക്ക് എന്തോ നിങ്ങളെ പണ്ടത്തെ റീൽസ് നോക്കി ആരാണ് ഈ ചെകുത്ത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് രോഷാകുലനുണ്ട്. ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അന്നത്തെ സമയത്ത് എന്നോട് ചോദിച്ചത് എനിക്ക് ചെകുത്താൻ അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അവൻ എന്തായാലും ഞാൻ കൊല്ലും, ഈ രീതിയിലൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇപ്പോ ആളുടെ മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയാൻ പറ്റില്ല. ഒന്ന് പറഞ്ഞ രണ്ടിന് അടിച്ചിട്ടുള്ളതാണെന്നേ. അടി കൊണ്ട് ബോധം കെട്ട് വീണതാണ് എലിസബത്ത്. ബാങ്കിലുള്ള വിഷയം, അത് സത്യം എന്താണെന്ന് അറിയാനുള്ള ശ്രമം നടത്തിയതിന് പൈസ കൊടുത്തില്ല എന്നുള്ള കാര്യം. കുട്ടിയുള്ള സമയത്താണ് മദ്യക്കുപ്പി അമ്മയുടെ നേരെ എറിയുന്നത്. ലിജേഷ് അദ്ദേഹത്തിന് വീഡിയോ പറയുന്നുണ്ട്, ഒരു ദിവസം രാത്രി ഇദ്ദേഹത്തിന് നേരെയും തോക്ക് ചൂണ്ടി. അടുത്ത ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഞാൻ അന്നേരം വെള്ളപ്പുറത്ത് അങ്ങനെ ചൂണ്ടിയത്. വെള്ളപ്പുറത്ത് നമുക്കറിയാം രണ്ട് കാര്യം, ഒന്ന് ദേഷ്യം, രണ്ട് മദ്യം. ഇത് രണ്ടും നമ്മൾ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കാൻ കഴിയുന്നതാണ്. നമ്മളുടെ വികാരത്തെ പിടിച്ചു നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ മദ്യവും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കുന്ന ക്രൂരതകൾക്ക് പരിധി ഉണ്ടാവില്ല. ആയുധത്തിന്റെ ട്രിഗർ വലിക്കാൻ എത്ര സമയം വേണം? ഒരു ക്വിക്ക് സെക്കൻഡിൽ നടക്കുന്ന ഒരു തിങ്കിങ് ആയിരിക്കും. ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകും. ഇല്ലാത്തൊരു കാര്യം പറഞ്ഞതിനല്ലേ. ഇപ്പൊ പണ്ട് അജു അലക്സിന്റെ ചില വിഷയങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ പ്രതികരണം വ്യക്തിയോടല്ല, ആശയങ്ങളോടാണ്. അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ ചിലരെടുക്കുന്ന നിലപാടിനോടല്ല, അല്ലെങ്കിൽ വ്യക്തിയോടല്ല. രണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, അവരുടെ നീതിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. അവരാണിപ്പോ ജീവൻ, അതേപോലെ തന്നെ അവരുടെ ഒരു ഹോബി അല്ലെങ്കിൽ വരുമാന മാർഗം എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് എതിരെയൊക്കെ തിരിഞ്ഞിരിക്കുക, എങ്ങനെയെങ്കിലും ആ മൂടി കെട്ടാൻ വേണ്ടി. ഇവന്റെ ക്യാരക്ടർ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ്? ഒരു ഭാര്യ പണങ്ങി പോയാൽ വെറുതെ വിടാറുണ്ടോ? അല്ലെങ്കിൽ എലിസബത്തിനെ പറ്റി പിന്നെ ഇടയ്ക്കൊക്കെ കയറി വരുന്നത് എന്തിനാ, എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവൻ എന്നെ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവൻ കൊല്ലണമെന്ന ഉദ്ദേശം, മനസ്സിലായോ? അല്ലാതെ അപകീർത്തിപ്പെടുത്തൽ മാത്രമല്ല. നോക്ക്, അദ്ദേഹം അത് പറയുമ്പോൾ നമ്മൾക്ക് അതിന്റെ ഒരു ചിന്ത മനസ്സിലാവും. നമ്മൾക്ക് എന്താ ആശയത്തിന് എതിർപ്പ് ഒരാളുണ്ടാവും, പക്ഷെ അയാൾ ജീവനെതിരെ ഉണ്ട്, ആൾക്കാർ ഭയമുണ്ട് എന്ന് പറയുമ്പോൾ മറുവശം ആൾക്കാർ ഇവനക്കിത് പറയുമ്പോൾ അടങ്ങിയൊതുങ്ങി ജീവിച്ചാൽ പോരാ. അങ്ങനെ അടങ്ങിയൊതുങ്ങി ജീവിച്ചിരുന്നെങ്കിൽ സമൂഹത്തിലെ പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന പല സ്വാതന്ത്ര്യങ്ങളും പല അവകാശങ്ങളും നമുക്ക് ലഭിക്കില്ലായിരുന്നു. പലരും അവരുടെ ജീവിതത്തിൽ അടങ്ങിയൊതുങ്ങി ജീവിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആവർത്തിച്ച ഒരു സംഭവമാണിത്. അവരൊക്കെ ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിച്ചതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും പല അവകാശങ്ങളും. അവർക്കും കംഫർട്ട് സോണിൽ അടങ്ങിയൊതുങ്ങിയിരിക്കാമായിരുന്നു. അവർ ആ കംഫർട്ട് സോണിന് പുറത്ത് വന്നു നിന്നിട്ടാണ് രണ്ടുപേർക്കും വേണ്ടി സംസാരിക്കുന്നത്. അപ്പൊ അവർക്കെതിരെ ഈ ജീവൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഭീഷണി എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം അവരുടെ ഒപ്പം സംസാരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരാൾക്ക് എന്ത് വേണേലും ചെയ്യാം, ആരുടെ വായി മൂടിക്കെട്ടാം. ആൻഡ് ലീഗൽ ഇന്റിമിഡേഷൻ, നിയമത്തെ കാണിച്ച് ഭയപ്പെടുത്തുന്ന ആളുകളെ. അവൻ അതിനൊന്നും പേടിയില്ല. അവൻ അത്രയും മുന്നിൽ ഞാൻ പറയുമോ, ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ എനിക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ? ഇവൻ എങ്ങനെ ഈ ധൈര്യം കിട്ടുന്നത്? ഇവന്റെ കൂടെ ഉന്നത ഉദ്യോഗസ്ഥര് വലിയ കൂട്ടുകാരുണ്ട്. അതിനെപ്പറ്റി എല്ലാം എലിസബത്ത് പറയുന്നുണ്ട് വീഡിയോയിൽ. അവനൊരു പേടിയില്ല, നിയമത്തിനെ പേടിയില്ല, പോലീസിനെ പേടിയില്ല. പോലീസുകാർ ഒരുപാട് ഈ ഉദ്യോഗസ്ഥർ ഇതിന്റെ പുറകിൽ ഇവന്റെ കൂടെ കൂട്ടിനുണ്ട്. കൂട്ടത്തിൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വല്ല പാർട്ടി ചെയ്യുമോ, ഫ്രണ്ട്സ് ഉണ്ട്. നല്ല ഉദ്യോഗസ്ഥർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ധൈര്യം കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരാൾക്കൊരു സംഭവം ഉണ്ടെന്ന് കരുതി ബാക്കിയുള്ള എത്ര ആളുകളാണ്? ഒരാളുടെ പേരല്ല പറഞ്ഞു. ഇപ്പോൾ 2 പേര് നമ്മൾക്ക് കൃത്യമായിട്ട് ഇരകളായിട്ട് അറിയാം. ഇദ്ദേഹത്തിന്റെ കാര്യം സംഭവം നമുക്കറിയാം. അല്ലാതെ എത്രയോ പേര്, എല്ലാവരും പറയുന്നുണ്ട്. എത്രയോ ചാനലുകൾ നമ്മൾ കാണുന്നവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭയമാകുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ സംസാരിക്കും. എന്താ പറയുക, ഒരാൾക്ക് ഇവരൊക്കെ ഭീഷണിപ്പെടുത്തി നിർത്താൻ പറ്റുക, ഭയപ്പെടുത്തി നിർത്താൻ പറ്റുക? അതിന് ആരും ചോദ്യം ചെയ്തിരിക്കുക. ഒരാൾ പോലും അതൊരു ചർച്ചാ വിഷയമാക്കും, ഒരു ചാനൽ പോലും അത് ചർച്ചാ വിഷയമാക്കുന്നില്ല.
ഇവിടെയാണ് നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്നത്. ആകെ എന്താ ചെയ്യുക, ഈ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന കുറച്ച് പേരുടെ വീഡിയോ അത് കാണുന്ന കുറച്ച് ആളുകൾ, അവർ മാത്രമുണ്ട് സംസാരിക്കാൻ. പക്ഷെ നാളെ ഇവർക്ക് എന്തെങ്കിലും ഒരു ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. തോക്ക് കണ്ടെത്താൻ പോലീസിന് പറ്റിയില്ല. 3 ദിവസം കഴിഞ്ഞാണ് തോക്ക് അന്വേഷിച്ച് ആ വീട്ടിൽ ചെല്ലുന്നത്. അതൊക്കെ എന്തുതരം അനാസ്ഥയാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ഒരു സമാനമായ പരാതി അല്ലെ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നത് ഇവരും വീഡിയോ കണ്ടതല്ലേ, ഇവൻ ആരെയോ തല്ലും കൊല്ലും എന്നല്ലേ പറഞ്ഞു, ഇവരും ഇടിക്കും ചവിട്ടും ഒരുത്തം പബ്ലിക് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവനാ പറഞ്ഞേക്കുന്നത്. ഇവൻ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവനാണെന്ന് അറിഞ്ഞിട്ടും അതിന് ഡയറക്റ്റ്ലി വേണം അവനോട് എന്തെങ്കിലും ചെയ്യണ്ടേ. വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് ഈ കാര്യങ്ങൾ. അദ്ദേഹം പങ്കുവെക്കുന്ന ആശങ്ക എനിക്കുണ്ട്. ഈ ഇവനെതിരെ നിന്ന് സംസാരിക്കുന്നവരെ കുറിച്ച് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഒരു ആശങ്ക. ആ ഒരു സംഭവം, ഇയാൾക്കെതിരെ തോക്ക് ചൂണ്ടി എന്ന് പറയുന്ന സംഭവം, ആ തോക്ക് പോലീസിനെ കണ്ടെടുക്കാൻ പറ്റില്ല, പക്ഷേ പലരും കണ്ടിട്ടുണ്ട് തോക്കണമെന്നുള്ളത്. അവരെ ഒന്നും വിളിച്ച് ചോദ്യം ചെയ്യാൻ, അവരെ ഒന്നും വിളിച്ച് സംസാരിക്കാൻ. ആ കേസ് ഇപ്പോഴും ഓപ്പൺ അല്ലേ? സാക്ഷികളെ കണ്ടു എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്നു. അത് ബാഗിലാണ് സൂക്ഷിക്കുന്നതെന്ന് ആ ക്രിട്ടിക് ചാനലിലൂടെ വന്ന ലിജീഷ് എന്ന വ്യക്തി പറഞ്ഞു. അത് കൃത്യമായിട്ട് ഇപ്പൊ പറഞ്ഞല്ല, അന്ന് അജു പറയുന്നുണ്ട് കൂടെ വന്ന കറുത്ത ഷർട്ടിട്ട ആൾ അയാളുടെ ബാഗിൽ നിന്ന് എടുത്തിട്ടാണ് മാക് എന്ന വ്യക്തിക്ക് നേരെ തോക്ക് ചൂണ്ടിയത്. ലിജേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ബാഗിലാണോ സൂക്ഷിച്ചു വെക്കുന്നതെന്ന്. അത് കണ്ട ഒരുപാട് പേരുണ്ട്. എലിസബത്ത്, ഈ ലിജേഷ്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗർ സീക്രട്ട് ഏജന്റ് അയാളും പറഞ്ഞു കണ്ടിട്ടുണ്ടെന്ന്. ഇതെന്താ മറ്റേ മാന്ത്രിക കഥകളിലെ ഭൂതമോ മായാവിയോ അല്ലെങ്കിൽ യക്ഷിയോ ഗന്ധർവനോ? തങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം കാണാവുന്ന രീതിയിൽ ഒരു തോക്ക്, കാണേണ്ടവർക്കൊന്നും കാണാനും പറ്റുന്നില്ല. എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചൊരു കാര്യം, മനസ്സിലത് ഇപ്പോഴും എൻ്റെ മനസ്സിലത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൂപ്പൻ എന്ന് പറയുന്ന വ്ളോഗർ, അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യുന്ന വ്യക്തിയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ വ്ളോഗ് ചെയ്യുന്ന ആളാണ്. 2-3 ദിവസം എൻ്റെ വ്ളോഗ് കണ്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് വെച്ചാൽ അവരൊന്നും വായടക്കുന്നില്ല കേട്ടോ. അതൊക്കെ സമ്മതിക്കണം. കാരണം അങ്ങനെ വായടക്കാമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട. എല്ലാവരും വായ മൂടിക്കെട്ടാം എന്നിട്ട് എന്ത് തോന്നിയ അസുഖം കാണിക്കുന്ന ആരും വിചാരിക്കണ്ട. ഇപ്പൊ എലിസബത്ത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വിടാത്ത. കാരണം ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കേസൊന്നും എടുക്കാൻ സ്ഥിതിക്ക് തെളിവുകളൊക്കെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രിക്കോഷൻ എടുക്കാനുള്ള അവസരമുണ്ട്. അവർക്ക് നിയമോപദേശം ലഭിച്ചിട്ടുണ്ടാവണം. മാത്രമല്ല അവരുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാട്ടുപുറത്തൊക്കെ പറയുന്നത് പോലെ ടിപ്പറിലവരുടെ മുന്നിൽ നെഞ്ചും വിരിച്ചൊരു തവള പോയി നിന്നാൽ അങ്ങനെ നിൽക്കുന്നത് ധൈര്യമല്ല. നമ്മൾ മനസ്സിലാക്കണം എതിരാളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് കാര്യങ്ങൾ. അപ്പോൾ വെറുതെ പോയി നെഞ്ചും വിരിച്ച് നിന്നു കൊടുത്ത് ചത്തുപടമായിട്ട് എന്താ കാര്യം? സംസാരിക്കേണ്ട, അത് തുടരേണ്ട ആവശ്യമുണ്ട്. അത് ഏത് രീതിയിലൊക്കെ സംസാരിക്കാൻ പറ്റുമോ ആ രീതിയിൽ സംസാരിക്കും. ആ വിഷയത്തിലുള്ള പിന്തുണയ്ക്ക് ഒരു വ്യത്യാസവുമില്ല. എലിസബത്തിനും അമൃതയ്ക്കും പാപ്പുനും നൽകിയ പിന്തുണയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അതങ്ങനെ തന്നെ തുടരും. നാളെ അവര് നിയമപോരാട്ടവുമായി ഇറങ്ങി തിരിച്ചാൽ അവരുടെ കൂടെ നിന്ന് തന്നെ സംസാരിക്കും. എത്ര നാൾ നിങ്ങൾ വായ്പൂട്ടി കെട്ടുമെന്ന് ആലോചിക്കൂ. സ്ട്രൈക്കും തോക്കും ഭീഷണിയുമൊക്കെ കാണിച്ചു. എന്താണ് പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ. ടേക്ക് കെയർ. ഐ റിയലി മീൻ ഇറ്റ്. ടേക്ക് കെയർ.